നമുക്ക് ചൂടോടെ കിട്ടിയാൽ ഒറ്റയടിക്ക് തീർന്നു പോകുന്ന ഒരു കൂന്തൽ പെപ്പർ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ വീട്ടിൽ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1/2 കിലോ കൂന്തൽ കഴുകി വൃത്തിയാക്കി ഇതുപോലെ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് അടിച്ച് വെച്ചിട്ട് ഒരു 3 വിസിലിൽ വേവിച്ചെടുക്കാം. ഇനി ഒരു ചട്ടി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ തന്നെ വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തും പാടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് 3 സവാള ചെറുതായി കട്ട് ചെയ്തതിൽ നിന്നും പകുതി ഭാഗം എടുത്തിട്ട് ഇതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. പകുതി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ചേർത്തി കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 കപ്പോളം തേങ്ങാക്കൊത്തുംപാട് ചേർത്തി കൊടുത്തിട്ടുണ്ട്. അതും ഇട്ടിട്ട് നല്ലവണ്ണം തന്നെ ഒന്നും പാടൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കൂന്തൽ നമ്മൾ വേവിച്ച് വെച്ചതുണ്ടല്ലോ അത് ഇതിലേക്ക് വെള്ളത്തോട് തന്നെയാണ് കേട്ടോ ചേർത്തി കൊടുക്കുന്നത്. അത് ചേർത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും പാടെ ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് കുറച്ച് വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് മാറ്റി വെച്ച സവാള ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. എന്നിട്ട് ഒന്നും പാടെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്ത് വെള്ളമൊക്കെ വറ്റി വരുന്ന ആ ഒരു സമയമാവുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂണും പാടെ കുരുമുളക് പൊടി ചേർത്തി കൊടുക്കാം. അപ്പോൾ കുരുമുളകിൻ്റെ അളവ് വേണമെങ്കിൽ കുറക്കാം കേട്ടോ. അത്യാവശ്യം എരിവിലാണ് ഇതുണ്ടാവുക. അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി നല്ല റോസ്റ്റ് പരിവായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും പാടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പാടെ ചേർത്തി കൊടുത്തിട്ട് ഒന്നൊന്ന് അടിച്ച് വെച്ചിട്ടൊന്ന് നമുക്ക് തുറന്നാൽ നമ്മളെ കൂന്തൽ പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെയും പൊറാട്ടൻ്റെ ഒക്കെ കൂടെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും കൂന്തൽ കിട്ടുന്ന സമയത്ത് ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.